5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. നിപ സ്ഥിരീകരിച്ചതോടെ മലപ്പുറം ജില്ലയിൽ നിയന്ത്രണങ്ങളുമായി ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും. കണ്ടെയ്ൻമെന്റ് സോണുകളായ 5 വാർഡുകളിൽ കടുത്ത നിയന്ത്രണമുണ്ട്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലക്കി. ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. ജില്ലയിലാകെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. 24 വയസ്സുകാരൻ നിപ സ്ഥിരീകരിച്ചു മരിച്ചതോടെയാണ് പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പുറപ്പെടുവിച്ചത്. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളിലും മമ്പാട് 7-ാം വാർഡിലും പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല. വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ 10 മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ. സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കരുത്. സ്കൂൾ, കോളേജ്, മദ്രസകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവ പ്രവർത്തിക്കരുത്. ഇവയാണ് പ്രത്യേക നിയന്ത്രണങ്ങൾ. മലപ്പുറം ജില്ലയിലെ പൊതു നിയന്ത്രണങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി. കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കണം. വിദ്യാലയങ്ങളിൽ മാസ്ക് നിർബന്ധമാണ്. പനിയടക്കമുള്ള രോഗലക്ഷണങ്ങളിൽ സ്വയം ചികിത്സ അരുത് തുടങ്ങിയവയാണ് ഉത്തരവിൽ പറയുന്നത്. നടുവത്ത് നിപ സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഫീവർ സർവേ ആരംഭിച്ചു. ഇന്ന് പഞ്ചായത്തിലെ 5 വാർഡുകളിൽ സർവേ പൂർത്തിയാക്കും. നിയന്ത്രണങ്ങളുടെ ഭാഗമായി കലക്ടർ 4, 5, 6, 7 വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടം കൂടുന്നതും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം ഇന്നലെ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് മുഴുവൻ മാസ്ക് ധരിക്കണം എന്നുള്ള രൂപത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് നിപ പ്രതിരോധ ഏകോപനം. മരിച്ച വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബംഗളൂരുവിലെ 15 സഹപാഠികൾ നിരീക്ഷണത്തിലാണ്. കേരള ആരോഗ്യവകുപ്പ് കർണാടക ആരോഗ്യവകുപ്പിന് വിവരം കൈമാറിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.